ഇന്നലെ അജീഷിനെ ചവിട്ടിക്കൊന്ന മോഴയാന ബേലൂർ മഗ്ന ഇപ്പോൾ ചേലൂർ ആദിവാസി കോളനിക്ക് അടുത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ്. അതിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വനംവകുപ്പ് ഇപ്പോൾ സിഗ്നൽ ട്രാക്ക് ചെയ്ത് ഇത് ബേലൂർ മഗ്നയാണ് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ബേലൂർ മഗ്നയെയാണ്. ബേലൂർ മഗ്നയ്ക്കൊപ്പം മറ്റൊരു ആന കൂടിയുണ്ട്. 2 ആനകൾ ആ പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു എന്നാണ് പ്രദേശവാസികൾ തന്നെ സ്ഥിരീകരിക്കുന്നത്. കാൽപ്പാടുകൾ നിരീക്ഷിച്ചാണ് പ്രദേശവാസികൾ ഈ നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വനംവകുപ്പിന് ലഭിച്ച സിഗ്നൽ അത് ബേലൂർ മഗ്നയുടേതാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. മാനന്തവാടിയിൽ ഇറങ്ങി ആളെ പിന്തുടർന്ന് ചവിട്ടിക്കൊന്ന മോഴയാന ബേലൂർ മഗ്ന, അപകടകാരിയായ ആ മോഴയാനയെയാണോ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്? വനംവകുപ്പാണ് സ്ഥിരീകരിക്കേണ്ടത്. സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞു എന്ന് വനംവകുപ്പ് പറയുന്നുണ്ട്. ട്രാക്കിങ്ങിനുള്ള ആദ്യഘട്ടത്തിൽ നേരിട്ട സാങ്കേതിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് വനംവകുപ്പ് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആനയെ കണ്ടെത്തുന്നതിൽ ഒരു അലംഭാവം ഉണ്ടാകുന്നത് എന്നതറിയണം. ദീപക് മോഹൻ, ഇപ്പോൾ വനംവകുപ്പ് സംഘവുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ? അവർക്ക് കൃത്യമായി സിഗ്നൽ ലഭിച്ചോ? ബേലൂർ മഗ്നയാണിതെന്ന് ഉറപ്പിക്കാറായോ? ജീവനക്കാർ ഇപ്പോൾ ഉൾക്കാട്ടിൽ കാട്ടാനയ്ക്കായുള്ള തിരച്ചിൽ നടത്തുകയാണ്. വനംവകുപ്പ് ജീവനക്കാരുമായി ബന്ധപ്പെട്ട സമയത്ത് അവർ പറയുന്നത് 500 മീറ്റർ മാത്രമാണ് ഈ റേഡിയോ കോളർ സിഗ്നലിന്റെ പരിധി. ഈ 2 തവണയും റേഡിയോ കോളർ സിഗ്നൽ പരിശോധിച്ച സമയത്ത് ഇവർക്ക് ആനയുടെ സിഗ്നലുകൾ ലഭിച്ചിട്ടില്ല. അതായത് ഈ ഉൾക്കാട്ടിൽ നിന്നും 500 കിലോമീറ്റർ മാറിയായിട്ടാണ് ഇപ്പോൾ പന്തല്ലൂർ മഗ്ന സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിനർത്ഥം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ഒരാന പന്തല്ലൂർ മഗ്ന അല്ല എന്നാണ്. മറ്റേ ഒരു ആനയെ പറ്റിയുള്ള ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി കിട്ടിയാൽ മാത്രമേ അതാണോ പന്തല്ലൂർ മഗ്ന എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുവരുത്താൻ കഴിയൂ. വനംവകുപ്പ് ജീവനക്കാർ നേരത്തെ 2 തവണ ഈ റേഡിയോ കോളർ സിഗ്നൽ പരിശോധിച്ചിരുന്നു. അതിന്റെ ലൊക്കേഷൻ ഈ 500 മീറ്ററിൽ കൂടുതൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ സിഗ്നൽ ലഭിച്ചിട്ടില്ല. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ ഉൾക്കാട്ടിലേക്ക് നീങ്ങി പന്തല്ലൂർ മഗ്നയുടെ സിഗ്നലുകൾ ലഭിക്കുന്നുണ്ടോ എന്നും നോക്കുന്നുണ്ട്. നമ്മൾ വനംവകുപ്പുമായി ഇത്തരത്തിലൊരു ആശയം പങ്കുവച്ച സമയത്ത് അവർ പറഞ്ഞത് ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയായതുകൊണ്ട് തന്നെ മറ്റൊരു ആനയുടെ കൂടെ, കാട്ടാനയുടെ കൂടെ ഈ കാട്ടിൽ അല്ലെങ്കിൽ വനാതിർത്തിയിലൊന്നും അങ്ങനെ ചിലവഴിക്കാൻ സാധ്യതയില്ല എന്നാണ്. എന്നാലും നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ പകർത്തുന്ന കാട്ടാനയിൽ രണ്ടും 2 ദിശയിലായിട്ടാണ് നിൽക്കുന്നത്. ഒരു കാട്ടാനയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കഴുത്തിൽ റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ ആനയുടെ തുമ്പിക്കയും അതുപോലെ തന്നെ മസ്തിഷ്കവും ഉൾപ്പെടുന്ന ഭാഗത്തിന്റെ ഒരു സൈഡിൽ നിന്നുള്ള ദൃശ്യം മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏതായാലും വനംവകുപ്പ് ജീവനക്കാർ കൂടുതൽ സ്ഥിരീകരണം വരുത്തേണ്ടിയിരിക്കുന്നു. പ്രാഥമികമായി ഇവർക്ക് ഈ ആനയുടെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് റേഡിയോ കോളർ സിഗ്നലിൽ ലഭിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഈ ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് നടത്തുകയുള്ളൂ. ഒരുപക്ഷെ ഈ ആന ഉൾക്കാട്ടിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ വനംവകുപ്പ് ആ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്യും. കാരണം ഇവിടെ നിന്ന് കുറഞ്ഞ കിലോമീറ്ററുകൾ, വെറും 3-4 കിലോമീറ്ററുകൾ മാത്രം വനാതിർത്തിയോട് ചേർന്ന് കഴിഞ്ഞാൽ കർണാടക വനമായി. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് പോകാനും സാധ്യതയുണ്ട്. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഉൾക്കാട്ടിലേക്ക് കൂടുതൽ പോയി കഴിഞ്ഞു. 500 മീറ്റർ പരിധിക്കുള്ളിൽ ഈ ആനയുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ ആനയുടെ സിഗ്നൽ ലൊക്കേഷൻ ലഭിക്കുമോ എന്നറിയാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ദീപക് മോഹൻ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക.